CA ഇൻ്ററിൻ്റെ കോർപ്പറേറ്റ് ആൻഡ് അതർ ലോസിൻ്റെ ഓരോ ചാപ്റ്ററിൻ്റെയും ഓവർവ്യൂവും സ്റ്റഡി പ്ലാനും മലയാളത്തിൽ ക്ലാസ് എടുത്ത് പോകുന്നൊരു സീരീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കമ്പനി ലോ പോർഷൻ മുഴുവനും കഴിഞ്ഞു. ഇനിയുള്ളത് അതർ ലോ പോർഷനാണ്. അതർ ലോ പോർഷനിൽ ഉള്ള ഓരോ ചാപ്റ്ററിൻ്റെയും മലയാളത്തിൽ അതിൻ്റെ ഓവർവ്യൂവും സ്റ്റഡി പ്ലാനുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് ICA, അതായത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. കോൺട്രാക്ട് ആക്ടിലെ ബേസിക്സും പല ടൈപ്പ് ഓഫ് കോൺട്രാക്ട് ആൻഡ് ഒബ്ലിഗേഷൻസ് ഒന്നും സിലബസിലില്ല. അതിന് പകരം സ്പെസിഫിക് ആയിട്ടുള്ള ചില കോൺട്രാക്ട്സിനെ കുറിച്ചാണ് നിങ്ങളുടെ സിലബസിലുള്ളത്. അതിൽ ആദ്യത്തെ ചാപ്റ്റർ നോക്കാം. യൂണിറ്റ് 1, കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി ആൻഡ് ഗ്യാരണ്ടി. സെക്ഷൻ 124 ആണ് ഇൻഡെമിനിറ്റിയെ കുറിച്ച് ഡീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ സെക്ഷൻ 126 ആണ് ഗ്യാരണ്ടിയെ കുറിച്ച് ഡീൽ ചെയ്യുന്നത്. വളരെ യൂണീക്ക് ആയിട്ടുള്ള കോൺട്രാക്ട്സ് ആണ് ഈ പറയുന്ന ഇൻഡെമിനിറ്റിയും ഗ്യാരണ്ടിയും. നമ്മൾ പേഴ്സണൽ ലൈഫിലും അതുപോലെ തന്നെ ബിസിനസ് ലൈഫിലും ഇത് യൂസ് ചെയ്ത് വരുന്നുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് നോക്കാം. ഇതിൽ ആദ്യം പഠിക്കേണ്ടത് കാര്യം ഇതാണ്. കോൺട്രാക്ട് ഓഫ് എന്താണ് ഇൻഡെമിനിറ്റിയും ഗ്യാരണ്ടിയും ഇതിന്റെ മീനിങ് ആണ്. ഇൻഡെമിനിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് ഉണ്ടാവുന്ന ഒരു ലോസിനെ, ഒരു കോൺട്രാക്ട് ആകുമ്പോൾ രണ്ട് പാർട്ടി ഉണ്ടാവും, അല്ലെ, എയും ബിയും. അപ്പോൾ ബിയിനുണ്ടാവുന്ന ഒരു നഷ്ടത്തിന് എ നികത്തി കൊടുക്കാമെന്ന് പറയുന്ന കോൺട്രാക്ടിനെയാണ് നമ്മൾ ഇൻഡെമിനിറ്റി എന്ന് പറയുന്നത്. ഇതിന്റെ കൺസെപ്റ്റ് നമ്മൾ ഇൻഡെമിനിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. അതായത് ഒരാൾക്കുണ്ടാവുന്ന ലോസിനെ മറ്റൊരാൾ നികത്തി കൊടുക്കുക. ഒരു കോൺട്രാക്റ്റിൽ രണ്ടുപേരുണ്ടാവും, കോൺട്രാക്ടർ ഉണ്ടാവും, കോൺട്രാക്റ്റി ഉണ്ടാവും. അത് ഇൻഡെമിനിറ്റി കോൺട്രാക്ട് ആകുമ്പോൾ ഇൻഡെമിനിറ്റി എന്ന് പറയുമ്പോൾ ഇൻഡെമിനിഫൈഡ് എന്നൊക്കെ പറഞ്ഞ് പല ടെക്നിക്കൽ ടേംസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ബിക്ക് ഉണ്ടാവുന്ന നഷ്ടത്തിന് എ നിർത്തി കൊടുക്കാമെന്ന് പറയുന്ന കോൺട്രാക്ടിനെയാണ് നമ്മൾ കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി എന്ന് പറയുന്നത്. ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഇൻഷുറൻസ്. ഇൻഷുറൻസ് ഈസ് എ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ഇൻഡെമിനിഫിക്കേഷൻ കോൺട്രാക്ട്. രണ്ടാമത്തെ ടൈപ്പ് നമുക്ക് പഠിക്കാനുള്ള കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഗ്യാരണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എയും ബിയും സിയും 3 പാർട്ടി ഉണ്ടാവും ഇതിൻ്റെ അകത്ത്. ഇതിൽ ഇതുപോലെ തന്നെ ബിക്ക് ഉണ്ടാവുന്ന നഷ്ടം എ നികത്തി കൊടുക്കാന്നല്ല പറയുന്നത്, സി നികത്തി കൊടുക്കാന്നാണ് പറയുന്നത്. അതായത് എയും ബിയും തമ്മിലാണ് കോൺട്രാക്ട്, പക്ഷെ അതിന് ഗ്യാരണ്ടി നിൽക്കുന്ന ആരാണ്? സി ആണ്. അപ്പോൾ ബിക്ക് എന്തെങ്കിലും ഒരു നഷ്ടം ഉണ്ടായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ സി നികത്തി കൊടുക്കാമെന്ന് പറയുന്നതിനാണ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഗ്യാരണ്ടി ഇപ്പോൾ പ്രാക്ടിക്കൽ കമ്പനി ലോ അല്ലെങ്കിൽ കമ്പനി പർപ്പസിൽ യൂസ് ചെയ്യുന്ന ബാങ്ക് ഗ്യാരണ്ടി ഉണ്ട്, അല്ലേ? അപ്പോൾ ഒരു സ്ഥാപനത്തിനുണ്ടാവുന്ന നഷ്ടം വേറൊരു ബാങ്ക് നികത്തി കൊടുക്കാമെന്ന് പറയുന്നത്, അതാണ് ബാങ്ക് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഹോൾ ബിസിനസ് സൈക്കിളിലും വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിളിലും അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ സൈക്കിളിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺട്രാക്റ്റാണ് ഗ്യാരണ്ടി നിൽക്കുക. നമുക്കൊരു വർക്ക് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓർഡർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും ആവശ്യം, പൈസയെക്കാട്ടിലും ഏറ്റവും ആവശ്യം അത് നടത്തി കൊടുക്കും എന്നുള്ളത് എന്താണ് ഉറപ്പ് വരുത്താനായിട്ട് വേറൊരു ആൾ ഗ്യാരണ്ടി നിന്നാൽ മതി. പ്രത്യേകിച്ച് നല്ലൊരു ബാങ്കോ അല്ലെങ്കിൽ ബിസിനസ് സൈഡിൽ നല്ല നല്ല സ്റ്റാൻഡിംഗ് ഉള്ള ഒരാൾ ഗ്യാരണ്ടി നിന്നാൽ ഈ കച്ചവടം നമുക്ക് കിട്ടും. ഞാൻ ഒന്നുകൂടി പറയാം, എയും ബിയും സിയും ഉണ്ട്. എയും ബിയും തമ്മിലാണ് കോൺട്രാക്ട്. പക്ഷെ എന്താണ് പ്രത്യേകത? എയും ബിയും തമ്മിലുള്ള കോൺട്രാക്റ്റിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ നഷ്ടം അല്ലെങ്കിൽ അത് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നതിനെയാണ് നമ്മൾ സിയെ പറയുന്നത്. അപ്പോൾ സി സ്റ്റാൻഡ്സ് ഇൻ ദ പൊസിഷൻ ഓഫ് എ ഗ്യാരണ്ടർ വിത്ത് റെസ്പെക്ട് ടു എ ആൻഡ് ബീസ് കോൺട്രാക്ട് ആണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പൊതുവെ ഗ്യാരണ്ടി നിൽക്കുക എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞിട്ടില്ലേ, നമ്മളെ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ ഗ്യാരണ്ടി ഉണ്ടോ വാറണ്ടി ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഉറപ്പ് വരുത്താൻ വേണ്ടി അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിൽ ഒരു ഉറപ്പിന് വേണ്ടി നിൽക്കുന്ന ആളെയാണ് നമ്മൾ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അത് ബന്ധപ്പെട്ട പല ടൈപ്സും പഠിക്കണം. അപ്പോൾ അതാണ് അടുത്ത് പഠിക്കേണ്ട ടൈപ്സ് ഓഫ് ഗ്യാരണ്ടി എന്നത് കാര്യങ്ങളൊക്കെ പഠിക്കാം. പിന്നെ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റിയും കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയും എക്സാം പർപ്പസിലും കൺസെപ്ച്വൽ പർപ്പസിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഡെമിനിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത 2 പാർട്ടീസേ ഉള്ളൂ, ഗ്യാരണ്ടിയിൽ 3 പാർട്ടീസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ അതിൻ്റെ ഡിസ്റ്റിങ്ഷൻ ആ പേജിൽ തന്നെ ഉണ്ട്. അത് കുറച്ചുകൂടി എലോബറേറ്റ് ആയിട്ട് നോക്കി പോകുന്നത് നല്ലതാണ്. പിന്നെ അടുത്ത് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി, അത് ഇത്രയേ ഉള്ളൂ. പിന്നെ ഈ സ്യൂരിറ്റി എന്ന് പറയുന്നത്, സ്യൂരിറ്റി എന്ന് പറയുന്നതും ഇൻ ആൻഡ് അറൗണ്ട് ഗ്യാരണ്ടിയെ പോലെയാണ് ബേസിക്കലി. സ്യൂരിറ്റി എന്ന് പറയുന്നത് പൊതുവെ നമ്മൾ ബാങ്കിൽ ലോൺ നിൽക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ലോണിന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നു, കുറച്ച് പൈസ ലോൺ എടുത്ത് ബാങ്കിൽ നിന്ന് എടുക്കണം. അപ്പോൾ ആ സ്ഥാപനത്തിൽ നല്ലൊരു ശമ്പളമുള്ള ഒരാൾ നമുക്ക് വേണ്ടി ഒരു സ്യൂരിറ്റി അദ്ദേഹത്തിന്റെ സാലറി സ്ലിപ്പ് ഒരു സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കും. സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കുന്നതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? നമ്മൾ എന്തെങ്കിലും തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ആ കൊടുക്കുന്ന ബാങ്ക് സ്യൂരിറ്റി. ഗ്യാരണ്ടിയും സ്യൂരിറ്റിയും തമ്മിൽ ഇൻ ആൻഡ് അറൗണ്ട് ഒരുപോലെ ഇരിക്കും കേൾക്കാനായിട്ട്. സ്യൂരിറ്റി പൊതുവെ പേഴ്സണൽ കോൺട്രാക്ട്സിനും ബാങ്കിങ് ട്രാൻസാക്ഷനിലാണ് കൂടുതലും വരുന്നത്. ഗ്യാരണ്ടി പൊതുവെ കമേഴ്സ്യൽ കോൺട്രാക്ട്സിലാണ് കൂടുതലും വരുന്നത്. പിന്നെ ഗ്യാരണ്ടിയിൽ ഈ പറഞ്ഞ പോലെ ലിമിറ്റേഷൻസ്, അതായത് ഗ്യാരണ്ടിയർ നിൽക്കേണ്ട ലയബിലിറ്റിക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. സ്യൂരിറ്റിക്ക് പൊതുവെ ലിമിറ്റേഷൻ കാണാറില്ല. അപ്പം അങ്ങനെ അതൊക്കെ നിങ്ങൾ സ്റ്റഡി പറ്റി നോക്കണം. എന്തായാലും ഈ ചാപ്റ്ററിൽ ആദ്യത്തെ യൂണിറ്റ് 1 എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കേണ്ടത് സാർ എന്തൊക്കെയാണ് പറയുന്നത്? എന്താണ് ഇൻഡെമിനിറ്റി, എന്താണ് ഗ്യാരണ്ടി, ഇത് തമ്മിൽ വ്യത്യാസം എന്താണ്, ഗ്യാരണ്ടിയുടെ പല ടൈപ്സ് എന്താണ്, സ്യൂരിറ്റി ആരാണ്, സ്യൂരിറ്റിയും ഗ്യാരണ്ടിയും തമ്മിൽ വ്യത്യാസം എന്താണ്, ഇത് എപ്പോഴാണ് സ്യൂരിറ്റി ലയബിൾ ആവുന്നത്, അദ്ദേഹത്തിന്റെ റൈറ്റ്സ് എന്താണ്, ഇങ്ങനെ ബേസിക്സ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ടൈപ്സ് ഓഫ് കോൺട്രാക്ട്സ് അല്ലെങ്കിൽ യുണീക് ടൈപ്സ് ഓഫ് കോൺട്രാക്ട്സിനെ കുറിച്ചാണ് ഈ ചാപ്റ്റർ ഡീൽ ചെയ്യുന്നത്. കുട്ടികളെ, ഇനി നമുക്ക്
ICA ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ രണ്ടാമത്തെ ചാപ്റ്ററോട് പോകാം. ബെയിൽമെന്റും പ്ലഡ്ജുമാണ്. ഇതും അതുപോലെ തന്നെ ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് കോൺട്രാക്ട് ആണ് ബെയിൽമെന്റും പ്ലഡ്ജും. എന്താണ് ബെയിൽമെന്റ്? ഒരു കാര്യം മറ്റൊരാൾക്ക് നോക്കാൻ ഏൽപ്പിക്കുന്നതിനെയാണ് നമ്മൾ ബെയിൽമെന്റ് എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ടൂ വീലറിനെ നമ്മളൊരു ടൂർ പോകാൻ പോകുന്നു. ടൂ വീലർ അവിടെ ഇരുന്നാൽ കള്ളമെല്ലാം എടുത്തുകൊണ്ട് പോകുന്നുള്ളൂ. നമ്മൾ അടുത്ത വീട്ടിൽ നമ്മൾ ഈ ടൂ വീലറിനെ നോക്കാൻ ഏൽപ്പിക്കും. ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ അതിനെ കെട്ടി വയ്ക്കുകയോ താക്കോലിട്ട് പൂട്ടി വയ്ക്കുകയോ ചെയ്യും. ഇപ്പോൾ ശരിക്കും നിങ്ങളെ ബൈക്കിനെ നിങ്ങളെ തൊട്ടടുത്ത അയൽവാസിക്ക് നെയ്ബർഹുഡിന് നിങ്ങൾ ബെയിൽമെന്റിലാണ് കൊടുക്കുക. ബെയിൽമെന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു കാര്യം മറ്റൊരാളെ ഒരു നിശ്ചിത പീരീഡിലേക്ക് നോക്കാൻ ഏൽപ്പിക്കുന്നതിനാണ് നമ്മൾ ബെയിൽമെന്റ് എന്ന് പറയുന്നത്. പക്ഷേ റൈറ്റ് പോകുന്നില്ല. അതിന്റെ ഓണർഷിപ്പ് ആരുടെ പേരിലാണ്? നമ്മളെ പേരിലാണ്. ഇതിനാണ് നമ്മൾ ബെയിൽമെന്റ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ബെയിൽമെന്റ്, ബെയിലർ, ബെയിലി ടൈപ്സ് ഒക്കെ അല്ലെങ്കിൽ ആരൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം നോക്കേണ്ടി വരും. അതിൻ്റെ അകത്ത് പഠിക്കേണ്ട വീണ്ടും ഡ്യൂട്ടീസ് ഓഫ് ബെയിലർ, ഡ്യൂട്ടീസ് ഓഫ് ബെയിലി അത് പഠിക്കണം. അതൊക്കെ കാര്യങ്ങൾ പഠിക്കണം. അങ്ങനെ ബെയിൽമെന്റിനെ കുറിച്ച് വരുമ്പോൾ ബെയിൽമെന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ബെയിലിയെ സംബന്ധിച്ചോളം, അതായത് നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന ആ വീടിനെ സംബന്ധിച്ചോളം, ആ നെയ്ബർഹുഡിനെ സംബന്ധിച്ചോളം ഇത് നോക്കണം എന്നുള്ളത് ലീഗൽ ലയബിലിറ്റിയാണ്. അല്ലേ? തിരിച്ച് ഞാൻ ടൂർ പോയിട്ട് വരുമ്പോൾ ആ ബൈക്ക് അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കും. ശരിയല്ലേ? അപ്പൊ ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബെയിൽമെന്റ് ഒരു സാധനം നമ്മൾ നോക്കാൻ ഏൽപ്പിച്ചാൽ പോലും നമുക്ക് അത് നോക്കണം എന്നുള്ള ഉത്തരവാദിത്തം നിയമപരമായിട്ട് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ അയൽവാസികളോ മറ്റുള്ളവരും ഒരു സാധനം നോക്കാൻ ഏൽപ്പിക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. അത് പരമാവധി നിങ്ങളാലാവുന്ന രീതിയിൽ ആ പ്രോഡക്റ്റിനെ, ആ സാധനത്തിനെ പ്രൊട്ടക്ട് ചെയ്യണം. ഇല്ലെങ്കിൽ നിയമപരമായിട്ട് നിങ്ങൾക്കെതിരെ നടപടി എടുക്കാം. അതിന്റെ എക്സംഷൻസ് ഒക്കെ കൊണ്ട് പറ്റേണ്ടാവുന്ന കാര്യം. ഇതിനാണ് നമ്മൾ ബെയിൽമെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ്. സിലിണ്ടറിന് ഒരു നല്ല രീതിയിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഈ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റോഡിൽ പോകുമ്പോൾ ഒരു പേഴ്സ് കളഞ്ഞു കിട്ടി അല്ലെങ്കിൽ ഒരു വസ്തു കളഞ്ഞു കിട്ടി. ആക്ച്വലി അത് ഓണറിനെ പോലെ തന്നെ നിങ്ങൾ നോക്കണം എന്നാണ് ICA പറയുന്നത്. അതായത് അതിന്റെ ഓണർ ആരാന്നുള്ളത് കണ്ടുപിടിച്ച് ആ പ്രോഡക്റ്റ്, ആ സാധനം നശിക്കാതെ തിരിച്ചേൽപ്പിക്കാനുള്ള ദൗത്യം ഇന്ത്യൻ കോൺട്രാക്ട് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ്, കളഞ്ഞുപോയ നഷ്ടപ്പെട്ടു പോയ ഗുഡ്സിനെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ സൂക്ഷിക്കണം എന്നുള്ള ദൗത്യം അല്ലെങ്കിൽ സൂക്ഷിക്കണം എന്നുള്ള നിയമ റെസ്പോൺസിബിലിറ്റി, ലീഗൽ റെസ്പോൺസിബിലിറ്റി ഈസ് കാസ്റ്റ് അപ്പോൺ യു like a contract of bailment. So whenever you get some lost goods, don't make it a funny or joke, because you are under a liability to keep it safe custody and to try to identify the real owner and give back to him or to the police station, whatever may be the legal remedies. Because why? The law of bailment is that whenever you get a goods of someone, it is your responsibility to keep that into safe custody. അതിനെ സൂക്ഷിച്ചു വെച്ചിരിക്കണം എന്നുള്ളത് ഒരു നിയമപരമായിട്ടൊരു ഫിക്ഷൻ ഉണ്ട്. ജനറൽ ലീൻ, പർട്ടിക്കുലർ ലീൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കാൻ പറ്റുക. അടുത്ത ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സംഭവം പ്ലഡ്ജ്. എന്താണ് പ്ലഡ്ജ്? ഇത് ബെയിൽമെന്റ് പോലെ തന്നെ ഒരു സാധനം A Bക്ക് നോക്കാൻ ഏൽപ്പിക്കുന്നു. ഇത് തന്നെയാണ് ബെയിൽമെന്റ്. പക്ഷെ പ്ലഡ്ജിന്റെ പ്രത്യേകത, A ഒരു സാധനം Bക്ക് കൊടുക്കുന്നത് ഒരു ലോണിന് പകരമായിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ എന്താണ് ബെയിൽമെന്റ്, പ്ലഡ്ജ് നമ്മൾ വ്യത്യാസം? രണ്ടിലും ഒരു സാധനം നോക്കാൻ ഏൽപ്പിക്കുക. പക്ഷെ പ്ലഡ്ജിലെ പ്രത്യേകത, ഇൻ ഓർഡർ ടു സെക്യൂർ എ ലോൺ. നിങ്ങൾ Bയിൽ നിന്നും 10 ലക്ഷം രൂപ ലോൺ എടുത്തു, കടം മേടിച്ചു. ആ കടത്തിന് പകരമായിട്ട് ഒരു സാധനം നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലഡ്ജ് എന്ന് പറയുന്നത്. ആ പൈസ തിരിച്ചടത്തിന് ശേഷം ആ സാധനം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അപ്പൊ രണ്ടിലും ബേസിക്കലി പൊസഷൻ ഫ്രം A person is been transferred to B person and the B person is under duty to look that property. സമ്മതിച്ചു. പക്ഷെ ഇൻ A അതിൻ്റെ അകത്തൊരു കമേഴ്സ്യൽ കോൺട്രാക്ട് ആവണമെന്നില്ല. അതായത് എന്താ പറയാ, നേരത്തെ പറഞ്ഞ ബെയിൽമെന്റിൽ കമേഴ്സ്യൽ കോൺട്രാക്ട് ആവണമെന്നില്ല. പക്ഷെ പ്ലഡ്ജിൽ അതൊരു കമേഴ്സ്യൽ കോൺട്രാക്ട് ആണ്. ദാറ്റ് ഈസ് ഇൻ ഓർഡർ ടു സെക്യൂർ എ ലോൺ. ഒരു കടത്തിന് സെക്യൂർ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു സാധനം കൊടുക്കുന്നത്. നമ്മൾ പറയുന്നത് അപ്പുറത്തെ വീട്ടിൽ ഇതുപോലെ തന്നെ ഒരു സാധനം കൊടുക്കുന്നു, കുറച്ച് പൈസ തരുന്നു. ആ പൈസ തിരിച്ചു തരുമെന്ന് ഉറപ്പാക്കാനായിട്ട് നമ്മളൊരു ബൈക്കോ അല്ലെങ്കിൽ നമ്മളൊരു ടിവിയോ എന്തെങ്കിലും അപ്പുറത്തെ വീട്ടിൽ കൊടുക്കും. ഞാൻ പൈസ തിരിച്ചു തരുമ്പോൾ അത് തിരിച്ചു തന്നാൽ മതി. അപ്പോൾ രണ്ടിലും, ബെയിൽമെന്റിലും പ്ലഡ്ജിലും അൾട്ടിമേറ്റ്ലി ദർ ഈസ് എ ട്രാൻസ്ഫർ ഓഫ് പൊസഷൻ ഫ്രം വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ. പക്ഷെ അതിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ അത് രണ്ടിന്റെ ഇന്റൻഷൻ വന്നിട്ട് വ്യത്യാസമാണ്. ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് പഠിക്കേണ്ട കാര്യമാണ് ബെയിൽമെന്റും അതുപോലെ തന്നെ പ്ലഡ്ജും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്ലഡ്ജും ബെയിൽമെന്റും തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്. അവസാനമായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട മൂന്നാമത്തെ, അതായത് നമ്മൾ പറയുന്നത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എന്ന് പറയുന്ന പാർട്ട് 2-ലെ, അതായത് കോർപ്പറേറ്റ് ആൻഡ് അതർ ലോസിലെ സിലിണ്ടറിന്റെ സിലബസിലെ പാർട്ട് 2-ലെ ആദ്യത്തെ വലിയ ചാപ്റ്ററാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. അതിൻ്റെ അകത്ത് തന്നെ ഇപ്പോൾ ആദ്യം നമ്മൾ ഇൻഡെമിനിറ്റി ആൻഡ് ഗ്യാരണ്ടി എന്നൊരു സബ് ചാപ്റ്റർ ഉണ്ട്. അടുത്ത ബെയിൽമെന്റ് ആൻഡ് പ്ലഡ്ജ് എന്ന് അടുത്ത ചാപ്റ്റർ ഉണ്ട്. അവസാനമായിട്ട് അതിലുള്ള ചാപ്റ്ററിന്റെ പേരാണ് ഏജൻസി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏജൻസി. കുറച്ച് എളുപ്പമാണ് കമ്പാരിറ്റീവ്ലി പഠിക്കാനായിട്ട്. എനിക്കൊരു കാര്യം നേരിട്ട് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ ഞാൻ ഒരു ആളെ വിട്ട് ചെയ്യുന്നതിനെയാണ് നമ്മളെന്ന് പറയുന്നത് ഏജൻസി എന്ന് പറയുന്നത്. ഞാൻ പ്രിൻസിപ്പൾ ആവുന്നു, ആ വ്യക്തി ഏജന്റ് ആവുന്നു. ചെന്നൈയിലൊരു സാധനം എനിക്ക് മേടിക്കണം. ഞാൻ ഇവിടെ നിന്ന് ചെന്നൈ പോയി മേടിക്കേണ്ട ആവശ്യമില്ല. ചെന്നൈയിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഏൽപ്പിച്ചാൽ മതി. അദ്ദേഹം ആ ചെക്കോ അല്ലെങ്കിൽ ആ സാധനമോ കളക്ട് ചെയ്യും. അപ്പം നമുക്ക് വേണ്ടി നമ്മളുടെ റൈറ്റ് യൂസ് ചെയ്ത് ഒരാൾ ആക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഏജൻസി എന്ന് പറയുന്നത്. അതിൽ ഞാൻ പ്രിൻസിപ്പൾ ആവുന്നു, അദ്ദേഹം ഏജന്റ് ആവുന്നു.
പിന്നെ ഏജൻസി ബിസിനസ് വെച്ചിട്ടാണ് നമ്മളെ നിങ്ങളുടെ തൊട്ടടുത്ത റിലയൻസ് ഷോറൂമിലോ സ്പെൻസറിലോ ഇതുപോലത്തെ കടകളിലോ ഒരു സാധനം എങ്ങനെ കിട്ടുന്നു, അത് ഏജൻസി വഴിയാണ്. അല്ലെ, നമ്മൾ കേട്ടില്ല, ഓതറൈസ്ഡ് ഏജന്റ് ഓഫ്. അപ്പോൾ ഒരു സാധനം അതിന് ഹോൾസെയിൽ ഡീലറുണ്ട്, അദ്ദേഹം ഏജന്റ് വഴി കൊടുത്താണ് നിങ്ങളുടെ നാട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് ഈ സാധനം കിട്ടുന്നത്. ചുരുക്കി പറഞ്ഞ പ്രിൻസിപ്പൽ നേരിട്ട് കൊണ്ടുതരേണ്ട ആവശ്യമില്ല. അതിന് പകരം ഒരു പകരക്കാരനെ അദ്ദേഹത്തിന്റെ റൈറ്റ് കൊടുത്ത് ഏൽപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഏജന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ലോ ഓഫ് ഏജൻസി കമ്പാരിറ്റീവ്ലി ബിസിനസ് സർക്കിൾ വൈഡ്ലി യൂസ് ചെയ്ത് വരുന്നുണ്ട്. അല്ലേ, മാരുതിയുടെ കാറ് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിനപ്പുറത്ത് ഷോറൂമിൽ കിട്ടുന്നത്? ഏജൻസിയാണ്. അല്ലെ, മാരുതി എന്നുള്ള വലിയൊരു കമ്പനിയാണ്. അവർ ഏജൻസിനെ അപ്പോയിന്റ് ചെയ്തു, കേരളം മുഴുവൻ, കേരളത്തിൽ തിരുവനന്തപുരം മുഴുവൻ അല്ലെങ്കിൽ കോഴിക്കോട് മുഴുവൻ, അങ്ങനെ നിങ്ങളുടെ തൊട്ടടുത്ത ഷോറൂമിൽ കിട്ടുന്നു. അപ്പോൾ ഏജൻസി ഈസ് നത്തിങ് ബട്ട് a relationship between a person and another person whereby the agent acts as per the directions, powers and functions of Mr. A who is the principal. ഞാൻ ബിലു എന്ന് പറഞ്ഞ വ്യക്തി എക്സ് എന്ന് പറയുന്ന വ്യക്തിക്ക് എൻ്റെ അതോറിറ്റി കൊടുത്തുകൊണ്ട് എനിക്ക് വേണ്ടി ആക്ട് ചെയ്യാൻ പറയുന്നതിനാണ് നമ്മൾ ഏജൻസി എന്ന് പറയുന്നത്. ഞാൻ പ്രിൻസിപ്പളാണ്, അദ്ദേഹം ഏജന്റാണ്. അപ്പോൾ ഇതിലൊരു കാര്യം ഉറപ്പായി, ഏജന്റ് ക്യാൻ ആക്ട് ഓൺലി ആസ് പെർ ദ പ്രിസ്ക്രിപ്ഷൻ ഓഫ് പ്രിൻസിപ്പൽ. ഞാൻ പറയുന്ന ലിമിറ്റേഷൻ, ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഞാൻ പറയുന്ന രീതിയിൽ മാത്രമേ ഏജന്റ് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ചെയ്യാൻ പാടുള്ളൂ. ഞാൻ പറയാത്തൊരു കാര്യം അല്ലെങ്കിൽ ഞാൻ ഏൽപ്പിക്കാത്തൊരു കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലയബിലിറ്റി നിങ്ങൾക്ക് തന്നെ ആയിരിക്കും, എനിക്കല്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അകത്ത് ചില കാര്യങ്ങളൊക്കെ നോക്കണം. കമ്പനി ലോയിൽ ഏജൻസിനെ നമുക്ക് പ്രോക്സി എന്നൊക്കെ പറയും. ഒരു വോട്ട് ചെയ്യാനായിട്ട് മറ്റൊരു പകരമായിട്ട് വോട്ട് ചെയ്യാൻ പോകുന്ന പ്രോക്സി എന്നൊക്കെ പറയും. അങ്ങനെ ഓരോ നിയമത്തിലും ഏജൻസിനെ പല രീതിയിൽ നമ്മൾ കാണാറുണ്ട്. എന്തിനധികം പറയണം, കമ്പനിയുടെ ഡയറക്ടർമാർ തന്നെ കമ്പനിയുടെ ഏജന്റാണ് ഒരു അർത്ഥത്തിൽ പറഞ്ഞുകൊണ്ടേ. കാരണം കമ്പനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കമ്പനിയുടെ ഡയറക്ടർമാർ ചെയ്യുന്നത്. അല്ലേ, അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം. സബ് ഏജന്റ്, നമ്മൾ എ ബി എ ഏജന്റായിട്ട് വയ്ക്കുന്നു, ബിക്ക് ആ ദൗത്യം ചെയ്യാനായിട്ട് ബി സി എ വയ്ക്കുന്നു. ഇപ്പോൾ കണ്ടോ, സി സബ് ഏജന്റ്, അത് ബന്ധപ്പെട്ട കാര്യങ്ങൾ. സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ് അങ്ങനെയൊക്കെ നോക്കണം. ഡിഫറൻസ് ബിറ്റ്വീൻ സബ് ഏജന്റും സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റും ഒക്കെ നോക്കണം. അതിനെക്കുറിച്ച് ടെക്നിക്കലായിട്ടും ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, ഡീറ്റെയിൽ ക്ലാസ്സിൽ മാത്രമേ പറ്റത്തുള്ളൂ. എങ്കിൽ പോലും അറിയേണ്ടത് ഈ പറഞ്ഞ എ ബി ഇതാണ്, എ പ്രിൻസിപ്പൽ ബി ഏജന്റാണ്. ബി സി എ വയ്ക്കുന്നു, സി സബ് ഏജന്റായി. ബിക്ക് പറ്റാത്തതുകൊണ്ട് ബി മാറ്റി വേറൊരു ആൾക്ക് ഏൽപ്പിക്കും. സബ് ഏജന്റ് കൊടുക്കുന്നതും സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ് തമ്മിൽ വ്യത്യാസം. സബ് ഏജന്റ് എന്ന് വെച്ചാൽ ഞാൻ ചെയ്യേണ്ട ഒരു കാര്യത്തിന്റെ ഒരു ദൗത്യം ഞാൻ വേറൊരാളെ ചെയ്യിപ്പിക്കുന്നു, അതാണ് സബ് ഏജന്റ്. എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം ഞാൻ മാറിയുന്നുണ്ട് വേറൊരാളെ വച്ച് ചെയ്യിപ്പിക്കുന്നു എൻ്റെ വഴി, അതിനാണ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ് എന്ന് പറയുന്നത്. അതൊക്കെ ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കി അറിയാൻ പറ്റും. പിന്നെ നോക്കേണ്ടതാണ് റൈറ്റ്സ് ഓഫ് ഏജന്റ്, ഏജന്റ് ലയബിലിറ്റി, റിവോക്കേഷൻ ഓഫ് അതോറിറ്റി എന്നൊക്കെ പറഞ്ഞു. എപ്പോഴും ഏജന്റിനെ വയ്ക്കുമ്പോൾ ഒരു പേപ്പർ, അതായത് ലെറ്റർ ഓഫ് അതോറിറ്റി അല്ലെങ്കിൽ ഒരു പവർ ഓഫ് അറ്റോർണി കൊടുത്ത് ചെയ്യുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഓറലായിട്ട് വാക്കാൽ പറഞ്ഞ് നീ ഇത് ചെയ്തോ എന്നൊക്കെ പറയുമ്പോൾ ഭാവിയിൽ വെറുതെ ഡിസ്പ്യൂട്ടും ഏജന്റുമായിട്ട് അടിയും ബഹളം ഉണ്ടാവും. അതുകൊണ്ട് കമേഴ്സ്യൽ കോൺട്രാക്ട്സ് വരുമ്പോൾ എപ്പോഴും പ്രിൻസിപ്പൽ ഏജന്റിനെ അപ്പോയിന്റ് ചെയ്യുന്നത് എഴുതിയായിരിക്കണം. ലെറ്റർ ഓഫ് അതോറിറ്റിയോ ഒരു പവർ ഓഫ് അറ്റോർണിയോ കൊടുത്ത് ചെയ്യുന്നതാണ് നല്ലത്. അതിലെപ്പോഴും ആ കൊടുത്തിരിക്കുന്ന പവർ റിവോക്ക് ചെയ്യാനുള്ള അതോറിറ്റി വെച്ചിരിക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ നമ്മൾ പോലും അറിയത്തില്ല, അദ്ദേഹം തോന്നും പോലെ, ഏജന്റ് തോന്നും പോലെ കാര്യങ്ങളൊക്കെ ചെയ്യും. മനസ്സിലായില്ലേ? അതുകൊണ്ട് എഴുതി കൊടുക്കണം, ഇന്ന കാര്യങ്ങൾ ചെയ്യാവൂ, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ലിമിറ്റേഷൻ എന്താണ്, ഒരു പീരീഡ് പറയുന്ന ആൾ. എപ്പോഴും റിവോക്കബിൾ ഏജൻസിയാണ് എപ്പോഴും നല്ലത്. ഇല്ലെങ്കിൽ എന്താ സംഭവം, ആ ഏജന്റ് തോന്നും പോലെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ എന്താ പറയുക ICA ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ 1872 പഠിക്കാനുള്ള ഒന്നൊരു പറയാം. മെയിനായിട്ട് 3 ചാപ്റ്ററാണല്ലോ. ഞാൻ പറഞ്ഞു കോൺട്രാക്ട്സിന്റെ ബേസിക്സും കാര്യങ്ങളും പഠിപ്പിക്കുന്നതിന് പകരം നിങ്ങൾക്കുള്ള സിലബസിൽ ടൈപ്സ് ഓഫ് കോൺട്രാക്ട്സ് ആണ്, വിവിധ യുണീക്ക് ടൈപ്പ് ഓഫ് കോൺട്രാക്ട്സ് ആണ് സിലബസിലുള്ളത്. അതിൻ്റെ അകത്തുള്ള ചാപ്റ്റർ 1 അത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അകത്ത് സബ് കോൺട്രാക്റ്റിൽ അതിൻ്റെ അകത്ത് തന്നെ ഉള്ളതാണ് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ആൻഡ് ഗ്യാരണ്ടി, അടുത്ത് ബെയിൽമെന്റ് ആൻഡ് പ്ലെഡ്ജ്, അതിൻ്റെ അടുത്ത് ഏജൻസി. നല്ലൊരു ശതമാനം, അതായത് ഒരു നല്ലൊരു കുറേ OMRലായാലും ശരി അല്ലാത്തതായാലും ശരി പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് കോർപ്പറേറ്റ് ആൻഡ് അതർ ലോസ് പേപ്പറിൽ, ഇന്റർമീഡിയറ്റ് പേപ്പറിൽ ഏറ്റവും കൂടുതൽ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയ ആണ് ICA ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. എസ്പെഷ്യലി AB എന്നൊക്കെ പറഞ്ഞ് അല്ലെ, കണക്ക് കണ്ടില്ലേ, ദിനേശ് മുകേഷിന് ഇത് സാധനം കൊടുത്തു, നോക്കാൻ കൊടുത്തു, എത്ര എന്നൊക്കെ പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കും. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ വളരെ നിലയിൽ നോക്കുക, പ്രൈവറ്റ് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അത് നോക്കുക, പിന്നെ പ്രാക്ടീസ് മാനുവൽ ബുക്കുണ്ട്, അത് പഴയ ബുക്സ് ഉണ്ട്, അതുണ്ടെങ്കിൽ അത് നോക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ റിവിഷൻ ടെസ്റ്റ് പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് നോക്കി ഒരുപാട് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് പോവുക. എന്നാൽ മാത്രമേ നമുക്ക് നല്ല എക്സാമിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റൂ. അടുത്ത ചാപ്റ്റേഴ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.